കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മകളെ, നീ സമാധാനമായിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മേ, എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് എന്റെ സന്തോഷം പങ്കുവെക്കട്ടെ. ദൈവത്തിന് സ്തുതി. നീ ഉടൻ തന്നെ അവിടെ ചെന്ന് അവളെ പരിചരിക്കുക. എന്റെ അന്വേഷണം എലിസബത്തിനെ അറിയിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ച ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരു ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നത് ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മറിയം, ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിന്റെ മാതാവാകും. പക്ഷേ ഇളയമേതെങ്ങനെയായിരുന്നു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്തോടെ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാൻ മാനിക്കപ്പെടും. എല്ലാം ദൈവത്തിന്റെ കൃപ. ഈ സന്തോഷവാർത്ത അറിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ എവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്? അമ്മ എവിടെ? ഇതറിഞ്ഞ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നുമലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ദാ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ? അത് ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? ഇളയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ.
പ്രദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാണ് അറിയിച്ചുകൊള്ളുന്നത്. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കും അറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവങ്ങൾ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധന